സാധിക്കുമെന്ന് മനസ്സിലാക്കിയത്. പോലീസിന് തടയാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ പ്രവർത്തകർ വാഹനം തല്ലി തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തെരുവിൽ ഇപ്പോഴും പ്രവർത്തകരുടെ പ്രതിഷേധം ആണ്. പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇപ്പോഴും അലയടിക്കുന്നു. അവിടെ ഇതാ പ്രതിഷേധം ഇപ്പോൾ അല്പസമയം മുമ്പ് പിണറായി വിജയൻ മണിക്കൂറുകളോളം പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിശോധനയുടെ ഭാഗമായി പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പിണറായി വിജയൻ മാധ്യമങ്ങളോടടക്കം സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഇപ്പോൾ പിണറായി വിജയൻ ശേഷമാണ് അല്ല സജി പോയി രതീഷ് പോയി എല്ലാം കൊണ്ട് എത്തില്ല അവിടെ വേറെയുണ്ട് മൈക്ക് വെച്ചിട്ടാണ്. പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിൽ വ്യക്തത കൈവരുന്നതേ ഉള്ളൂ. വലിയ ലാത്തി ചാർജ് അടക്കം പുറത്ത് നടത്തേണ്ട സാഹചര്യമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ മണിക്കൂറുകൾ നീണ്ട പരിശോധന മനസ്സംതൃപ്തി നൽകുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർ ഇഡിയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ
പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്ക് ഇറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഭരണമാറ്റത്തിന് പിന്നാലെ വരാൻ കാരണം എന്തായിരിക്കും സാവേ? ഭരണമാറ്റത്തിന് തൊട്ട് പിന്നാലെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഞാനിപ്പോ ഇവിടെ നിർത്തുക. പറയാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് പറയാമെന്ന് പറയുമ്പോൾ പോലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട്, അതായത് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നില്ല ED എന്ന ചോദ്യമടക്കം ചോദിച്ചതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ആയുധമാക്കുകയാണ് CPIM എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം 10 കേന്ദ്രങ്ങളിൽ ആയിരുന്നു പരിശോധന നടന്നത് എന്നതാണ്. അതിൽ തിരുവനന്തപുരത്ത് പരിശോധന പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ അതിക്രമം ഉണ്ടാകുന്നത്. പ്രവർത്തകർ വാഹനം തല്ലിത്തകർത്ത സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധമായിരുന്നു CPIMന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇപ്പോഴും നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ തുടരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേതാക്കൾ ഇപ്പോഴും തുടരുന്നു. അതേസമയം ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടിയാണുള്ളത്. ഒരു പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിണറായി ശേഷമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 8 മണിക്കൂറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷക്കാലം 16 വർഷക്കാലം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ആണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ എത്തിയിരുന്നു. ഇതാ നേരത്തെ EDയുടെ വാഹനം പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ സംഘർഷം, ആ സംഘർഷം പ്രവർത്തകർ EDയുടെ വാഹനം അടിച്ചു തകർത്ത സാഹചര്യം കൂടി ആണ് ഉള്ളത്. തീർച്ചയായും ED ഉദ്യോഗസ്ഥരെയാണ് തടസ്സപ്പെടുത്തിയത്. ഇതിൽ കേസുകൾ വരും. അതോടൊപ്പം തന്നെ ഈ തകർത്ത പ്രവർത്തകർക്ക് ഒരുപക്ഷെ ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കമുള്ള കേസുകൾ ഇനി അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയധികം ക്യാമറ കണ്ണുകൾ കൂടിയുള്ള പശ്ചാത്തലത്തിൽ ആരൊക്കെയാണ് ഇത് ആക്രമണം നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരികയും ചെയ്യും.